ഗുഡ് മോർണിംഗ്. നമുക്ക് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാം. നമ്മൾ പഠിച്ചു നിർത്തിയോടെ നമുക്ക് അറിയാമല്ലോ. നമ്മൾ പഠിച്ചു നിർത്തിയത് ഡബിൾ ഫെർട്ടിലൈസേഷൻ ആണ്. ഇനി അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ പഠിക്കും. സോ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എംബ്രിയോ സാക്ക് എങ്ങനെയായിരിക്കും നമുക്ക് വരച്ചു നോക്കാം. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എംബ്രിയോ സാക്ക് എങ്ങനെയായിരിക്കും? അതായത് ആന്റിബോഡീസ് ഒക്കെ നശിച്ചുപോയി. കണ്ടോ, കാരണം അതിന്റെ ജോലിയെല്ലാം കഴിഞ്ഞു. സൈനോജ് ഇട്ട് നശിച്ചുപോയി. കാരണം അയാളുടെയൊക്കെ ജോലി കഴിഞ്ഞു. എന്തായാലും അവിടെ ജോലി അട്രാക്ടിങ് പോളൻ ട്യൂബ്, അതുപോലെ എൻഡ്രിയോ പോളൻ ട്യൂബ് ഇൻറ്റു എംബ്രിയോ സാക്ക്, അതെല്ലാം കഴിഞ്ഞു. ഇപ്പം ഒരു സെല്ല് മാത്രമുള്ള വലുതായിട്ട് ഇരിക്കുന്നുണ്ട്. അത് ഏത് സെല്ലായിരിക്കും? മെയിൽ ഗാമറ്റ് ഫീമെയിൽ ഗാമറ്റ് ഫ്യൂസ് ചെയ്ത സൈഗോട്ട്. ഇവിടെ ഒരു സെല്ല് കാണും, ഒരു ന്യൂക്ലിയസ് കാണും അല്ലെ? ഇതൊരു സെല്ലാണല്ലോ, ഒരു ന്യൂക്ലിയസ് കാണും. ഇതൊരു സെല്ലാണ്, അത് സൈഗോട്ടാണ്. സോ ഞാൻ ലേബൽ ചെയ്യുന്നു, ദിസ് ഈസ് സൈഗോട്ട്. 2n ഈ പ്ലോയിഡി നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതാതെ പോയതാണ് പലരും. പ്ലോയിഡ് എന്ന് വെച്ചാൽ പ്ലോയിഡ്, അപ്ലോഡോ ഡിപ്ലോഡോ അത് ക്വസ്റ്റനേറെ കൊടുത്തിരുന്നു. പക്ഷെ അങ്ങനൊന്നും പരീക്ഷയ്ക്കൊന്നും വരില്ല. ഇനി ഇതെന്തായിരിക്കും? ഇത് പെൻ, പ്രൈമറി എൻഡോസ്പോം ന്യൂക്ലിയസ്. അതെങ്ങനെ ഉണ്ടായിരുന്നു അറിയാമല്ലോ. ഒരു മെയിൽ ഗ്യാമേറ്റും പോളാർ ന്യൂക്ലിയസും കൂടെ ചേർന്നാണ്. ആൻഡ് ദിസ് ഈസ് കാൾഡ് പെൻ, പ്രൈമറി എൻഡോസ്പോം ന്യൂക്ലിയസ്. ഇത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ എംബ്രിയോ സാക്കാണ് ആണല്ലോ. ഇനി ഈ സൈഗോട്ട് ഭാവിയിൽ എന്തായി മാറും? ഞാൻ പറയും, ഇറ്റ് ബിക്കം എംബ്രിയോ. സ്വാഭാവിക എംബ്രിയോ എന്തായിരിക്കും? 2n ആയിരിക്കും. പെൻ അഥവാ പ്രൈമറി എൻഡോസ്പോം ന്യൂക്ലിയസ് ബിക്കം എൻഡോസ്പോം. സ്വാഭാവികമായിട്ട് അത് 3n ആയിരിക്കും. പഠിച്ചോണം. ഇത് പ്രൈമറി എൻഡോസ്പോം ന്യൂക്ലിയസ് ആണെങ്കിൽ ഇതൊരു സെല്ലല്ലേ. ഒരു ന്യൂക്ലിയസ് എപ്പോഴും സെല്ലകത്തായിരിക്കും. അതിനെയാണ് പെക്. എന്താ എക്സ്പാൻഡ് ചെയ്യും? പ്രൈമറി എൻഡോസ്പോം സെൽ. So this is a cell അല്ലെങ്കിൽ എംബ്രിയോ സാക്ക് ആഫ്റ്റർ. ഇത് നിങ്ങൾ വരച്ചെടുത്തിട്ട് താഴെ നിന്നാം എംബ്രിയോ സാക്ക് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ, ആഫ്റ്റർ ഡബിൾ ഫെർട്ടിലൈസേഷൻ. എംബ്രിയോ സാക്ക് ആഫ്റ്റർ ഡബിൾ ഫെർട്ടിലൈസേഷൻ. ശരിയല്ലേ? ഇത് കഴിഞ്ഞു. ഇത് നമ്മൾ എന്താ പഠിക്കുന്നത്? ഇതെന്തായി മാറും? നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുള്ള അനുസരിച്ചാണ് നമ്മൾ നേരത്തെ പറയേണ്ട കാര്യം. ഇത് എന്താണ്? ഇത് ഗൈനീഷ്യം. ഈ ഭാഗത്ത് എന്ന് വിളിക്കുന്നത് ദിസ് ഇസ് കാൾഡ് ഓവറി. ഇതിനകത്തൊരു സാധനം കാണും, അതിന്റെ പേരാണ് ഓവ്യൂൾ അല്ലെ. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ ഓവ്യൂൾ എന്തായി മാറും? സീഡ്. ഓവറി എന്തായി മാറും? ഫ്രൂട്ട്. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഓവ്യൂൾ ബിക്കം സീഡ് ആൻഡ് ഓവറി ബിക്കം ഫ്രൂട്ട്. അപ്പൊ ഇതിനെന്തുണ്ടാകണം? ഇപ്പൊ സീഡിനകത്തുള്ള സാധനങ്ങളൊക്കെ ഇതിനുണ്ടാണ് അല്ലെ. സീഡിനകത്ത് എന്താ ഉള്ളത്? ഒരു എംബ്രിയോ ഉണ്ടായിരിക്കും അല്ലെ, എൻഡോസ്പോം ഉണ്ടായിരിക്കും, അതൊക്കെ ഉണ്ട്. അതൊക്കെ എന്താ പഠിക്കാം. ഒരു സീഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടും. ഞാനിപ്പോ എൻഡോസ്പോം എന്ന് പറയുന്നത് അതുകൊണ്ട് പറയാം. ഇപ്പൊ എംബ്രിയോ എന്താ നിങ്ങൾ ചോദിച്ചത്? എല്ലാം അറിയാം. എന്താ എംബ്രിയോ? ഇപ്പോ ഇതൊരു പയറാണ്, വീട്ടിലെ ചെടിയിൽ പിടിച്ച പയറാണ്. പയറിന് എന്താ വിളിക്കുന്നത്? സീഡ് എന്നോ ഫ്രൂട്ട് എന്നോ? പയർ ഒരു ഫ്രൂട്ടാണ്. അതിനകത്ത് എന്തായിരിക്കും? മൂലക്കായിട്ട് എന്തായിരിക്കും? സീഡ് ഉണ്ടായിരിക്കും അല്ലെ. ഇത്രയൊക്കെ അറിയാവുന്നതാണല്ലോ. ഇല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുക, അടുക്കളയ്ക്കകത്ത് അമരക്കപ്പാണ്, അമരക്ക എടുക്കുക, മാർജിനൽ പ്ലാസന്റേഷൻ ആണ് അല്ലെ, വലിച്ചെടുത്ത് കീറുക, അതിനകത്തെല്ലാം ഉണ്ടായിട്ടിരിക്കും. സീഡ് അതൊക്കെ അറിയാമല്ലോ അല്ലെ, മലയാളികളാണ്. ഈ സീഡ് ഞാൻ പുറത്തേക്ക് എടുത്തു. ഐ എം ടേക്കിംഗ് ദ സീഡ് ഔട്ട്. ഈ സീഡ് ഞാൻ കീറുകയാണെങ്കിൽ അതിനകത്ത് ഇങ്ങനെ സീഡ് കീറിയാൽ ഇങ്ങനെ കാണും. കശുവണ്ടി നിങ്ങൾ കീറിയിട്ടുണ്ടല്ലോ, അതിന്റെ കരിപ്പിരിപ്പൂല്. അപ്പൊ ഇത് ഈ പുറമേ കാണുന്നത് എന്താണ്? ഈ പുറമേ കാണുന്ന ഈ കവർ, പയറെടുത്ത് കീറിയാൽ പുറമേ കാണുന്ന കവർ അതിന്റെ സീഡ് കോട്ടാണ്. സീഡ് കോട്ട് അകത്തിരിക്കുന്ന സാധനമാണ് എംബ്രിയോ. ഇതാണ് എംബ്രിയോ. അപ്പൊ എംബ്രിയോ മനസ്സിലായല്ലോ. ഈ എംബ്രിയോ പുറത്തേക്ക് എടുത്തുവാണെങ്കിൽ രണ്ട് പരിപ്പൊക്കെ കാണും, പഠിച്ചിട്ടുണ്ടല്ലോ. അതാണ് ഡൈക്കോട്ട് എംബ്രിയോ എന്നൊക്കെ പറയുന്നത്. കശുവണ്ടികൾ തിന്നിട്ടുണ്ടല്ലോ, രണ്ട് പരിപ്പാണല്ലേ. ഞാൻ എന്റെ അത് ഇൻസൈറ്റ് പടം ഇട്ട് തരാം. അപ്പോ ഇതാണ് എംബ്രിയോ, കശുവണ്ടി പരിപ്പിന് അല്ലെ. ഇത് പിളർത്തി കഴിഞ്ഞാൽ രണ്ട് പിളർപ്പ് കാണും അല്ലെ, ഒരു മൂക്ക് പോലെ സാധനം കാണും. ഒരു പിളർപ്പിന് ഒരു കോൺഫിഡന്റ് എന്നൊക്കെയാണ് പറയുക. അപ്പോ ദിസ് ഈസ് എ സ്ട്രക്ചർ, ദിസ് ഈസ് എ ഫ്രൂട്ട് ആൻഡ് ദിസ് ഈസ് എ സീഡ്. ഇഫ് യു ടേക്ക് ദ സീഡ് ഔട്ട്, then making the cut we can see seed coat and inside it is there is embryo. അപ്പൊ എംബ്രിയോ ഒരു ഐഡിയ കിട്ടിയല്ലോ. എംബ്രിയോയ്ക്ക് രണ്ട് കോട്ടനും റാഡിക്കൽ പ്ലെയിനുകളും ഒക്കെ ഉണ്ട്, നിങ്ങൾ പഠിക്കും. അത് കശുവണ്ടി പരിപ്പ് തിന്നുമ്പോൾ നിങ്ങൾ തിന്നുന്നതാണ് എംബ്രിയോ അല്ലെ. രണ്ട് പിളർപ്പുണ്ടെങ്കിൽ രണ്ട് കോട്ടൺ, ഒരു മൂക്കോടുണ്ടെങ്കിൽ റാഡിക്കലും പ്ലെയിനുകളും, ഇതെല്ലാം ചേർന്നാണ് നിങ്ങൾ കാട്ടുന്നത് അല്ലെ. കശുവണ്ടി പരിപ്പ് അങ്ങനെ തരുന്നത്. കശുവണ്ടി പരിപ്പ് ആക്ച്വലി എന്താണ്? ഒരു എംബ്രിയോ ആണ്. ഇതിന്റെ എംബ്രിയോ എന്താണെന്ന് ഐഡിയ കിട്ടി അല്ലേ. പക്ഷെ എനിക്ക് സംശയം എന്താണ് എൻഡോസ്പോം. എൻഡോസ്പോം എന്ന് മനസ്സിലാവണമെങ്കിൽ നമുക്ക് വേറെ ഫ്രൂട്ട്
ഇതൊക്കെ മാറ്റിയാണ് ആവശ്യമുള്ളത്. ജസ്റ്റ് ഒന്ന് വരച്ച് വെച്ചോളാം. കാരണം ഇപ്പൊ തലയിൽ കയറി പരീക്ഷ ആവട്ടെ കൺഫ്യൂഷൻ വരും. ഇതൊക്കെ നിങ്ങൾക്ക് സംഭവിക്കുന്നു. ഇതൊക്കെ ജസ്റ്റ് അവിടെ ആയിട്ട് ഇത് പഠിക്കാനുള്ള സഹായത്തിന് വേണ്ടി ജസ്റ്റ് പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല. പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ അവിടെ ഒക്കെ വരച്ച് വേണം നോട്ട് എഴുതിപ്പാൻ. എങ്കിലേ അത് എല്ലാ കാലം ഓർത്തിരിക്കും. പരീക്ഷ വരുന്നത് മാർക്സിലാണ്. ഇതൊക്കെ ഇപ്പൊ തന്നെ തലയിരിക്കും. അടുത്ത ആഴ്ച വീണ്ടും പറഞ്ഞു മറക്കാതിരിക്കണമെങ്കിൽ കൂടുതലൊക്കെ നോക്കണം. ഇതൊന്നും പുസ്തകത്തിൽ കിട്ടുന്ന ഇൻഫർമേഷൻ ഒന്നും അല്ല. ഇതൊക്കെ നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതൊക്കെ. ഞാൻ ഇത് വായിക്കാം. സീഡ് എന്താണ്, ഫ്രൂട്ട് എന്താണ്, എംബ്രിയോ എന്താണെന്ന് മനസ്സിലായി. ഓവർ എന്തായി മാറും, ഓവർ എന്തായി മാറും എന്നെല്ലാം മനസ്സിലായി. മനസ്സിലാക്കിക്കണം. വേണമെങ്കിൽ നിങ്ങൾ പലവണ വീഡിയോ കണ്ട് ഓർപ്പിക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞു. ഇത് തേങ്ങയാണ്. തേങ്ങ ആയില്ലേ? ഉണക്കത്തേങ്ങ ഫ്രൂട്ടോ സീഡോ? ഉണക്കത്തേങ്ങ ഇറ്റ്സ് എ ഫ്രൂട്ട്സ്. ഉണക്കത്തേങ്ങ ഫ്രൂട്ടാണ്. ഞാൻ കീറുകയാണ് ഇങ്ങനെ. കീറിയപ്പോൾ അകത്തൊരു ചിരട്ട. ഇതെല്ലാം എന്തോ തൊണ്ട്. അപ്പൊ തൊണ്ടെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് ഫ്രൂട്ട് ആണെങ്കിൽ തൊണ്ടെന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് വാളാണ് അല്ലേ? ഇറ്റ് ഈസ് ഫ്രൂട്ട് വാൾ അല്ലേ? മാങ്ങ എടുത്താലും ഫ്രൂട്ട് സീഡും ഉണ്ട്. അകത്തിരിക്കുന്ന ചിരട്ട എന്ന് പറഞ്ഞാൽ എന്താണ്? സീഡ് കോട്ടാണ്. ചിരട്ട എന്ന് പറഞ്ഞ സാധനം സീഡ് കോട്ടാണ് അല്ലേ? പിന്നെ അതിനകത്ത് വെളുത്ത ഒരു ഭാഗമാണ് ചമ്മന്തി അരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാലോ, അതെല്ലാം ചമ്മന്തി അരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ സീഡിനകത്ത് എംബ്രിയോ ആണല്ലോ. ഇതിനകത്ത് എംബ്രിയോ എന്ത് ചെയ്യും? ഇതിനകത്ത് എംബ്രിയോ ആണല്ലോ. നമ്മൾ പഠിച്ച സാധനം സീഡിനകത്ത് സീഡ് കോട്ടാണെങ്കിൽ അത് എംബ്രിയോ ആണ് കാണുന്നത് അല്ലേ? ഈ എംബ്രിയോ കണ്ണുണ്ടാകും. നിങ്ങൾ തേങ്ങയ്ക്ക് 3 കണ്ണുണ്ടല്ലോ. അതിൽ ഒരു കണ്ണെടുത്ത് പിഴിക്കുവാണെങ്കിൽ അതിനകത്ത് ചെറിയൊരു കുരിപ്പ് കുറച്ചു കണ്ടുണ്ടോ? ഉണ്ടാകും. എനിക്ക് എന്നെ വീഡിയോ ഒക്കെ ഇട്ട് തരിക. അപ്പൊ ഈ ഒരു ചെറിയ കുരിപ്പ് ആ സാധനമാണ് ആക്ച്വലി ഇതിന്റെ എംബ്രിയോ. അപ്പം തേങ്ങയ്ക്കകത്ത് എംബ്രിയോ ഒരു ചെറിയ സാധനം അല്ലേ? പക്ഷെ ഇപ്പൊ കാണുന്ന ഈ നിങ്ങൾ ചമ്മന്തി അരിക്കുന്ന ഭാഗവും അതുപോലെ തേങ്ങയ്ക്കകത്ത് നടന്നിരിക്കുന്ന വെള്ളവും എല്ലാം തന്നെ എൻഡോസ്പോമാണ്. കണ്ടോ? അപ്പൊ എൻഡോസ്പോം എന്താണ്, എംബ്രിയോ എന്ന് മനസ്സിലായല്ലോ. അതായത് പയറ് പോലുള്ള ചെടിക്കകത്ത് സീഡിനകത്ത് സീഡ് കോട്ടിനകത്ത് എംബ്രിയോ മാത്രമേ ഉള്ളൂ. എന്നാൽ തേങ്ങ പോലെയുള്ള ഫ്രൂട്ടിനകത്ത് അതിനകത്തുള്ള സീഡിനകത്ത് എംബ്രിയോയും ഉണ്ട്. പിന്നെ എൻഡോസ്പോം എന്നൊരു പ്രത്യേക ടിഷ്യൂ കൂടിയുണ്ട്. അപ്പൊ ഞാൻ എൻഡോസ്പോം അപ്പൊ നിങ്ങൾ ചുമ്മാ എൻഡോസ്പോം ഫ്ലോഡ് എത്രയായിരിക്കും? 3N ആണ്. കണ്ടോ? നിങ്ങൾ ചമ്മന്തി അരിക്കുന്ന ടിഷ്യൂ ആ ഭാഗം തേങ്ങ അവിടെ നിന്ന് കുടിക്കുമ്പോൾ ചമ്മന്തി അരിക്കുമ്പോൾ ഓർത്തോണം, പ്ലാന്റിലെ ഒരു ട്രിപ്ലോയിഡ് സ്ട്രക്ചറിനെയാണ് നിങ്ങൾ തിന്നുന്നത്. ചമ്മന്തി അരിക്കുന്ന വെളുത്ത ഭാഗം ഉണ്ടല്ലോ തേങ്ങ, അത് ട്രിപ്ലോയിഡ് സ്ട്രക്ചറാണ്. എന്നാൽ നിങ്ങൾ കശുവണ്ടി പരിപ്പ് തിന്നു ഓർത്തോണം, അത് ഡിപ്ലോയിഡ് സ്ട്രക്ചറാണ്. അതായത് ഈ എംബ്രിയോ 2N ആണ്. കാരണം അത് സൈഗോട്ടിൽ ഉണ്ടായത്. ഈ എൻഡോസ്പോം 3N ആണ്. കാരണം ഉണ്ടത് പെന്നിൽ നിന്നാണ്. മനസ്സിലായി? നിങ്ങളുടെ കയ്യിരിക്കുന്ന തേങ്ങയുടെ നിങ്ങൾ ഓർക്കണം, ജനറ്റിക്കലി ഇറ്റ് ഈസ് ഡിപ്ലോയിഡ് അല്ലേ? അപ്പൊ എൻഡോസ്പോം എന്താ മനസ്സിലായല്ലോ. ആക്ച്വലി എന്തോ എൻഡോസ്പോമിന്റെ ജോലി? ആക്ച്വലി ഈ എംബ്രിയോയ്ക്ക് തിന്നാനുള്ള ഫുഡാണ് എൻഡോസ്പോം. എംബ്രിയോയ്ക്ക് തിന്നാനൊരു ഫുഡ് വേണം, അതാണ് എൻഡോസ്പോം. നിങ്ങളൊരു കോഴിമുട്ട എടുത്താൽ അതിനകത്ത് വെള്ളക്കരുവും മഞ്ഞക്കരുവും ഉണ്ടല്ലേ? അത് അടവെച്ച് കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞ് വിരിഞ്ഞ് പുറത്ത് വരാനുള്ള ഫുഡ് ഏതാണ്? അതിന്റെ വെള്ളക്കരു മഞ്ഞക്കരുവാണ്. മഞ്ഞക്കരുവിന്റെ നടുക്കായിട്ടാണ് എംബ്രിയോ ഇരിക്കുന്നത്. അപ്പൊ ആ എംബ്രിയോ വലുതാകാനുള്ള ഫുഡാണ് ശരിക്കും ആക്ച്വലി എന്ത്? വെള്ളക്കരു മഞ്ഞക്കരു. അതുപോലെ ഈ തേങ്ങയുടെ എംബ്രിയോയ്ക്ക് വലുതാകാനുള്ള ഫുഡാണ് എന്ത്? എൻഡോസ്പോം. സോ വാട്ട് ഇസ് എൻഡോസ്പോം? ഇറ്റ് ഇസ് എ ന്യൂട്രിറ്റീവ് ടിഷ്യൂ ഫൈൻഡ് ഇൻസൈഡ് ദ സീഡ് ടു ഡെവലപ്പ് എംബ്രിയോ. എംബ്രിയോയ്ക്ക് വലുതാകാനുള്ള ഫുഡാണ് എന്ത്? എൻഡോസ്പോം അല്ലേ? നിങ്ങൾക്ക് എൻഡോസ്പോം ഇവിടെ ഫുഡ് എടുത്തിട്ടുള്ളത് പറയാം. ഏത് ടിഷ്യൂവിൽ തിന്നാൽ എൻഡോസ്പോം വലുതായത് നിങ്ങൾക്ക് അറിയാമല്ലോ. എംബ്രിയോ സാക്കിനെ ചുറ്റുന്ന ടിഷ്യൂയുടെ പേരെന്തോ? അടുത്ത ടിഷ്യൂ ദാറ്റ് ഇസ് കവറിംഗ് ദ എൻഡോസ്പോം, സോറി എംബ്രിയോ സാക്ക്. ആ ഓടിന്റെ പടം ഓർത്ത് നോക്കിയേ. there is a tissue that is covering the embryo sac is called nucellus. ഓർമ്മയുണ്ടോ? ന്യൂസിലസിലെ ക്ലോഡി എത്രാന്നൊക്കെ എൻട്രൻസ് ആയി ചോദിക്കാം. 2N. ഇവിടെ എംബോളിനകത്ത് ന്യൂസിലസ് ഇല്ലേ? ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. എന്താ എംബോൾ വരച്ചത്? ന്യൂസിലസിനകത്തിൽ എംബ്രിയോ സാക്ക് ഇരിക്കുന്നത്. അപ്പൊ എംബ്രിയോ സാക്കിനകത്ത് എൻഡോസ്പോം ഉണ്ടാവുമ്പോൾ ആക്ച്വലി എൻഡോസ്പോം ആരെ തിന്നുന്നു? ന്യൂസിലസിനെ തിന്നുന്നു. ഇപ്പൊ ന്യൂസിലസിനെ തിന്ന് എൻഡോസ്പോം ഉണ്ടാവും. എൻഡോസ്പോമിനെ തിന്ന് എംബ്രിയോ വലുതാകും. എംബ്രിയോ ഉണ്ട് ഇവിടെ, പക്ഷെ അത് വലുതാകണം. ഈ എംബ്രിയോ വലുതാകും. ഇപ്പോഴെന്താ അറിയാമോ? ഉണക്കത്തേങ്ങ എടുത്ത് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടോ? ഉണക്കത്തേങ്ങ എടുത്ത് പൊട്ടിച്ച് അതിനകത്തുള്ള തേങ്ങ പൊട്ടിച്ചെടുത്താൽ അതിനകത്ത് ഞൊങ്ങ് എന്നൊരു സാധനം ഉണ്ടാവില്ലേ? ആക്ച്വലി എന്താണിത്? ഈ എംബ്രിയോ ഇങ്ങനെ വലുതായി വരുവാണ്. എംബ്രിയോ വലുതായി വന്ന് ഇതെല്ലാം തിന്ന് വലുതാവുകയാണ്. എന്നിട്ട് വേണം അപ്പോഴത്തേക്ക് കിളിച്ചു തുടങ്ങുകയും ചെയ്യും അല്ലെ? അപ്പോഴത്തേക്ക് കിളിച്ച് പുറത്തേക്ക് വന്ന് തുടങ്ങുകയും ചെയ്യും.
കുരുപ്പ് വന്നു എന്നൊക്കെ പറയും. അപ്പൊ കുരുപ്പ് വന്നു തുടങ്ങിയ തേങ്ങ പൊടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിനകത്ത് ചമ്മന്തി അരിക്കുന്ന ഭാഗം കണ്ടു അപ്പൊ ഒരു ഉണ്ടാകണം കണ്ടിട്ടാവില്ല. നിങ്ങൾ ഞൊങ്ങുന്നതല്ലേ പറയും ആ സാധനം ഉണ്ട്. അത് എംബ്രിയോ വലുതായി തുടങ്ങിയതാണ്. ആരെ തിന്നുകൊണ്ട്? എൻഡോസോമിനെ തിന്നുകൊണ്ട്. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞു തരുന്നത് എന്തൊക്കെയാണ്? ഇപ്പൊ പറഞ്ഞു തരുന്നത് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ embryo cell will have two test cells. ഏതൊക്കെയാണ്? One cell is called zygote produced by syngamy. Other cell is called pen produced by triple fusion. All other cells such as degenerating antipodals or degenerating ലേബൽ ചെയ്യാം. Degenerating antipodals ചുമ്മാ ലേബൽ ചെയ്ത് വെച്ചേക്കും. Degenerate ചെയ്ത് നശിച്ചു പോവുക. Antipodals ഇതെന്താ? Degenerating synergids. Degenerating synergids. ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പൊ പറഞ്ഞു പറയാം. അപ്പൊ ഫെർട്ടിലൈസേഷൻ കഴിയുമ്പോൾ എംബ്രിയോ സാക്കിലുള്ള ആന്റിബോഡീസ് നശിച്ചു പോകുന്നു. കാരണം ജോലി കഴിയും. എന്തായിരുന്നു അതിന്റെ ജോലി? അട്രാക്ടിങ് കോളൻ ട്യൂബ് ടുവേർഡ്സ് ദ ഓവ്യൂൾ. സൈനോജൈഡ് ജോലി കഴിഞ്ഞു. എന്താണ് ജോലി? ഇങ്ങനെ കടന്നു വരുന്ന കോളൻ ട്യൂബിന്റെ മെയിൻ ക്യാബിനെ സ്വീകരിക്കുക. അത്ര ഉണ്ടാകുന്ന ജോലി കഴിഞ്ഞു. കോളൻ ട്യൂബിനെ വിളിച്ചു വരുത്താനൊക്കെ അതാണ് ചെയ്തല്ലേ, കെമിക്കൽസ് ഉപയോഗിച്ചു. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു. അപ്പൊ അവരൊക്കെ നശിച്ചു. നിങ്ങളെ വീട്ടിൽ കളയാൻ ആൾ വന്നു, വൈകുന്നേരം കളയാൻ ആൾ അവിടെ കിടന്നു, ആൾ വീട്ടിൽ പോകും, ആൾ ജോലി കഴിഞ്ഞു. അതുപോലെ now two cells are there. One is zygote, it will become embryo. Other cell is called pen. Triple fusion വഴി ഉണ്ടായതാണ് that will become endosperm. അപ്പൊ നിങ്ങൾക്ക് എന്തോ എംബ്രിയോ എന്ന് എൻഡോസ്പെർം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നു. എംബ്രിയോ എന്ന് പറഞ്ഞാൽ കശുവണ്ടി പരിപ്പ് നിങ്ങൾ തിന്നുന്ന എംബ്രിയോ ആണ്. പയറിനകത്ത് കാണുന്ന രണ്ട് പരിപ്പുള്ളത്, കപ്പലണ്ടി പരിപ്പ് നിങ്ങൾ തിന്നുന്നത് എംബ്രിയോ ആണെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ വെച്ചാൽ എന്താണ് എൻഡോസ്പെർം? എൻഡോസ്പെർം എന്ന് പറഞ്ഞാൽ ഒരു ട്രിപ്പോഡ് ടിഷ്യൂ ആണ്. എംബ്രിയോയ്ക്ക് തിന്നാനുള്ള ഫുഡാണത്. അത് എവിടെ നിന്നുണ്ടാകും എന്ന് വെച്ചാൽ അത് ന്യൂസെല്ലസിനെ തിന്നുണ്ടാകുന്ന ടിഷ്യൂ ആണ്. അത് എവിടെ ഈ പരിചയപ്പെടുത്തി ഞാനൊരു തേങ്ങ കീറി അതിനകത്ത് നിങ്ങൾ ചമ്മന്തി അരിക്കുന്ന ഭാഗവും കരിക്കിനകത്ത് നിങ്ങൾ കുടിക്കുന്ന വെള്ളവും കേട്ടോ. അത് ഞാൻ പറയാൻ വേണ്ടി, കാരണം അത് ലിക്വിഡ് എൻഡോസ്പെർമാണ്. എല്ലാം തന്നെ എൻഡോസ്പെർം. അതിനെ തിന്നുകൊണ്ട് ഈ എംബ്രിയോ, തേങ്ങയുടെ 3 കണ്ണിൽ 1 കണ്ണിലിരിക്കുന്ന ചെറിയൊരു കുരുപ്പ് സാധനം, അതാണ് അതിന്റെ എംബ്രിയോ. അത് തിന്നാനുള്ള ഫുഡാണ് ഈ എൻഡോസ്പെർം. ഇനി ഇത് എംബ്രിയോ എൻഡോസ്പെർമിൽ നിന്ന് വലുതാവുന്ന സാഹചര്യം നിങ്ങൾക്ക് അറിയാമെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് അതിനെ പറ്റി ഐഡിയ അല്ലേ. ഇത് നമ്മൾ പഠിക്കുന്നത് പിന്നെ ഓവിഡ് സീഡാവും ഓവൽ ഫ്രൂട്ടാവും. സംശയമൊന്നുമില്ലല്ലോ. അതാണ് നമ്മൾ പ്രൊമോട്ട് അടിച്ചോളൂ. ഇത് വളരെ മനസ്സിലാക്കാൻ വലിയ പാടുള്ള കാര്യമാണ് നിങ്ങളെ സംബന്ധിച്ചോളം. അപ്പൊ ഇത് വളരെ ബേസിക് ആയിട്ട് പഠിച്ചോളൂ. ഇതൊക്കെ ഒരു ഡിഗ്രി ലെവലാക്കാൻ ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത്. പക്ഷെ നിങ്ങൾക്ക് ഇത് ഇപ്പോഴും പഠിക്കാൻ കിട്ടിയത് കൊണ്ട് ഇത് മനസ്സിലാക്കി പോയിക്കണം. എൻട്രൻസ് ഒക്കെ ചോദ്യങ്ങൾ വരുന്നതാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളം പറഞ്ഞു. ഇനി ഇതിൽ നിന്ന് എങ്ങനെയാണ് എൻഡോസ്പെർമും എംബ്രിയോ ഉണ്ടാകുന്നത് പഠിക്കും. ഞാൻ ഇതെല്ലാം വായിക്കാം. രണ്ടുതരൊക്കെ പരിചയപ്പെടുത്തോണേ. നമുക്ക് വീഡിയോ പോസ് ചെയ്ത് നിർത്തിയിട്ട് ഇതെല്ലാം ചെയ്ത് സൂചിച്ചിട്ട് കാണാം. ഈ കാണുന്ന ചിത്രങ്ങളൊക്കെ ഇൻസൈറ്റ് ഇട്ട് തരാം. എന്താണ് എംബ്രിയോ എന്നൊക്കെ ഇട്ട് തരാം. ഇനി എൻഡോസ്പെർം ഉണ്ടാകുന്നില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഫെർട്ടിലൈസറിന്റെ നിങ്ങൾ മാറ്റി വരയ്ക്കും. ഇത് 2 സെല്ലുണ്ട്. ഇത് സൈഗോട്ട് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇത് പെൻ ആണെന്ന് പറഞ്ഞു. പെൻ ആകുമ്പോൾ ഞാൻ ഇവിടെ 3 എന്നൊക്കെ എഴുതും, 2 എന്നൊക്കെ എഴുതും. വീണ്ടും വീണ്ടും എപ്പോഴും എഴുതില്ല, നിങ്ങൾക്ക് അറിയാവുന്നുണ്ട്. ഇതിൽ ആദ്യം ഉണ്ടാകണം? എൻഡോസ്പെർം ആദ്യം ഉണ്ടാകണോ എംബ്രിയോ ആദ്യം ഉണ്ടാകണം? ഞാൻ പറഞ്ഞു എംബ്രിയോയുടെ ഫുഡാണ് എൻഡോസ്പെർം. അപ്പൊ ആദ്യം എന്താ ഉണ്ടാകേണ്ടത്? എൻഡോസ്പെർം ആണ്. ഇല്ലേ, നിങ്ങൾ വിശന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ആദ്യം തരേണ്ടത് കൈയിലുള്ള വെള്ളം ആണോ അതോ ഭക്ഷണമാണോ? ഭക്ഷണമാണ് ആദ്യം വേണ്ടതല്ലേ. കൈ കഴുകുന്നത് ഓക്കെ, ഭക്ഷണം കഴിച്ചിട്ടാണ് കൈ കഴുകുക. ആദ്യം കൈ കഴുകി കുഴപ്പമൊന്നുമില്ല, അത്ര വിശപ്പാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യം ഭക്ഷണം തയ്യാറാക്കണം. അപ്പൊ എന്താണ്? എംബ്രിയോ വലുതാകാനാണ്. അപ്പൊ ആദ്യം എന്തുണ്ടാക്കണം? അതിന്റെ ഫുഡ് ഉണ്ടാക്കണം അല്ലേ. സോ ഇതെന്നെ എൻഡോസ്പെർമായി മാറുന്നു നോക്കാം. അപ്പൊ ഇയാൾ അനങ്ങാതിരിക്കുകയാണ്, സൈഗോട്ട് അനങ്ങാതിരിക്കുക. സത്യത്തിൽ ഞാൻ വരയ്ക്കുമ്പോൾ അനങ്ങാതിരിക്കുകയാണെങ്കിൽ ഏകദേശം 2 ഒരു സൈമൾട്ടേനിയസ് സമയത്താണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇയാൾ ഉണ്ടാക്കുന്ന ഒത്തിരി ഇയാൾ ഡെവലപ്പ് ചെയ്യുന്ന പറയുന്നത്. എന്നാലും വിട്ടേക്കും. ഇത് എൻഡോസ്പെർമായി മാറുന്നതെന്ന് നോക്കാം. ഒന്ന്, ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇത് അടുത്ത സ്റ്റെപ്പ്. ഉണ്ടാകും സൈഗോട്ട് ഇവിടെ തന്നെ ഇരിപ്പുണ്ട്, മാറ്റമൊന്നുമില്ല. ഈ സെല്ല് 2 തൊട്ട് പിന്നാലെ സെൽ വാൾ ഫോം ചെയ്യും. അടുത്ത ഘട്ടത്തിൽ സൈഗോട്ട് ഇരിപ്പുണ്ട്. ഈ ന്യൂക്ലിയസ് 4 തൊട്ട് പിന്നാലെ നേരത്തെ സെൽ വാളിനായല്ലോ, സെൽ വാളിന്. അടുത്ത ഘട്ടത്തിൽ ഈ ന്യൂക്ലിയസ് 1 ഡിവൈഡ് ചെയ്യും, 8 സൈഗോട്ട് ഇരിപ്പുണ്ട്.
ആൾറെഡി നേരത്തെ സെൽ വാൾ ഇങ്ങനെ ഉണ്ടായിരുന്നു, വീണ്ടും ഡിവൈഡ് ചെയ്യും. ഇപ്പോഴത്തേക്കും ഡെവലപ്പ് ഇൻടു ഫുൾ എൻഡോസ്പേം. എന്നിട്ട് ഇത് ഇങ്ങനെ ധാരാളമായി ഡിവൈഡ് ചെയ്ത് എന്തായി മാറുന്നു? ഇറ്റ് വിൽ ബിക്കം എൻഡോസ്പേം. It will become a mass of tissue. This is the endosperm. Endosperm. This is zygote. Zygote ആണ് endosperm. ഇത് നോക്കി, ഇവിടെ ഓരോ ന്യൂക്ലിയസ് ഡിവിഷൻ തൊട്ട് കാണുമ്പോൾ സെൽ വാൾ ഫോർമേഷൻ അപ്പോഴപ്പോഴും നടക്കണം അല്ലേ? ഇതിനെ സെല്ലുലാർ ടൈപ്പ് ഓഫ് എൻഡോസ്പേം ഡെവലപ്മെന്റ് എന്നാണ് വിളിക്കുന്നത്. സെല്ലുലാർ ടൈപ്പ്. This is called cellular type of endosperm development. ഇവിടെ പറയാം, ഇവിടെ എന്താ സംഭവിച്ചത്? ആഫ്റ്റർ എവറി ന്യൂക്ലിയർ ഡിവിഷൻ സെൽ വാൾ ഫോർമേഷൻ ഓക്കേഴ്സ്. അങ്ങനെയാണല്ലോ സാധാരണ അല്ലേ? അങ്ങനെ അല്ലാത്തൊരു പരിപാടി ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും നടക്കുക. മാറ്റി വരയ്ക്കാണ്. സൈഗോട്ടിൽ പോണ്ട മാറ്റമൊന്നുമില്ല, ന്യൂക്ലിയസ് രണ്ടായി മാറ്റമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം നടക്കത്തില്ല. എന്ത് നടക്കത്തില്ല? സെല്ലുലാർ ഫോർമേഷൻ നടക്കത്തില്ല. അങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ അടുത്ത ഘട്ടത്തിൽ അത് വീണ്ടും ഡിവൈഡ് ചെയ്തു, ന്യൂക്ലിയസ് 4 ആയി, നോ സെല്ലുലാർ ഫോർമേഷൻ. വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു, ന്യൂക്ലിയസ് 8 ആയി, നോ സെല്ലുലാർ ഫോർമേഷൻ. ഇനി സെല്ലുലാർ ഫോർമേഷൻ ഒന്നിച്ചാണ്. ഇനിയാണ് സെല്ലുലാർ ഫോർമേഷൻ നടക്കുന്നത്. മനസ്സിലായോ? ഇതേവിടെയാണ് ന്യൂക്ലിയർ ടൈപ്പ് ഓഫ് endosperm development. ED ne എഴുതിയിട്ടുള്ള സ്ഥലമില്ല. So what is nuclear type endosperm development? What is the difference in cellular type endosperm? ഇത്ര വ്യത്യാസമൊന്നുമില്ല. പരിചയം ഓരോ കാര്യം സിമ്പിൾ ആണ്. എന്താണ്? In cellular type of endosperm development, after every nuclear division, cellular formation occurs. ഇവിടെ ന്യൂക്ലിയസ് രണ്ടായി, ഇവിടെ ന്യൂക്ലിയസ് രണ്ടായി, in nuclear type of endosperm development, there is not cellular formation after nuclear division. And cellular formation of അവസാനം at the end അവസാനം cellular formation നടക്കുക. അതായത് cellular formation at a sudden ആണ് അല്ലേ? പെട്ടെന്നാണ് നടക്കുന്നത്. ഇവിടെ ആണെങ്കിലോ അപ്പോഴെപ്പോഴും നടക്കും. ഇതിനെ നമ്മൾ ഒരു പേരോട് പറയും, പുസ്തകത്തിലില്ല. ദിസ് കാൾഡ് സീക്വൻഷ്യൽ ടൈപ്പ് എന്നാണ്. സീക്വൻസ് അപ്പോഴെപ്പോഴും നടക്കും. ഇത് പക്ഷെ ഒന്നിച്ചാണ് നടക്കുന്നത്. ദിസ് കാൾഡ് സിങ്ക്രണൈസ്ഡ്. സിങ്ക്രണൈസ്ഡ് എന്ന് സിങ്ക്രണൈസേഷൻ അറിയാമല്ലോ. വേറെ രണ്ടും മൊബൈലായിട്ട് കണക്ട് ചെയ്യുന്നത് ഒറ്റ സമയം ഒന്നിച്ചാണ്. അല്ലെങ്കിൽ സൈമൾട്ടേനിയസ് എന്നും പറയാം. ഓർ സൈമൾട്ടേനിയസ്. എൻട്രൻസ് പഠിക്കുന്നത് പഠിച്ചാൽ ഇല്ലാതെ പഠിക്കില്ല. അപ്പൊ ന്യൂക്ലിയർ ടൈപ്പ് എൻട്രൻസ് ഡെവലപ്മെന്റ് സെല്ലുലാർ ഫോർമേഷൻ സിങ്ക്രണൈസ്ഡ് ഓർ സൈമൾട്ടേനിയസ്. ഒറ്റ പെട്ടെന്ന് നടക്കണം. ഇവിടെ അങ്ങനെയല്ല. സീക്വൻഷ്യൽ ടൈപ്പ് ഓഫ് എൻട്രൻസ് ഡെവലപ്മെന്റ്. സെല്ലുകൾ അങ്ങനെ ഉണ്ടായിക്കൊണ്ടേ. മനസ്സിലായി? ഇതുണ്ടെങ്കിൽ പഠിക്കാനുള്ളൂ. പക്ഷെ ഒരു ടൈപ്പും കൂടെ ഉണ്ട്. എൻട്രൻസ് വേണ്ടി പഠിച്ചാൽ മതി. There is one more type that is called അടുത്ത ഘട്ടത്തിൽ താഴത്തെ ഡിവൈഡ് ചെയ്യും സെൽ വാൾ ഉണ്ടാകും, മുകളിലത്തെ ഡിവൈഡ് ചെയ്യും സെൽ വാൾ ഉണ്ടാകത്തില്ല. അടുത്ത ഘട്ടത്തിൽ താഴത്തെ ഡിവൈഡ് ചെയ്യും സെൽ വാൾ ഉണ്ടായി, മുകളിലത്തെ ഡിവൈഡ് ചെയ്തും സെൽ വാൾ ഉണ്ടായില്ല. ഇതിനകത്ത് എന്ത് കാണാം? പകുതി ഭാഗം സെല്ലുലാർ ന്യൂക്ലിയർ ടൈപ്പ്, പകുതി ഭാഗം സെല്ലുലാർ ടൈപ്പ്. ദിസ് കാൾഡ് ഹെലോബിയൽ ടൈപ്പ് എന്ന് പറയും. ഹെലോബിയൽ എൻട്രൻസ് ഒക്കെ ചോദിക്കാതുകൊണ്ടാണ്. പക്ഷെ അവസാനം തന്നെ ഉണ്ടാകും. ഫൈനലി ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. അവസാനം തന്നെ ദിസ് കാൾഡ് ഹെലോബിയൽ ടൈപ്പ് ഓഫ് എൻഡോസ്പേം ഡെവലപ്മെന്റ്. സിമ്പിൾ അല്ലേ മനസ്സിലാക്കാൻ? സ്ഥിരം പരിശീലനം വരുന്നതാണ്. ഇന്നത്തെ മോസ്റ്റ് കോമൺ ഏതാണ്? ഓർത്തോളം. ദിസ് ഈസ് കോമൺ, മോസ്റ്റ് കോമൺ. ദിസ് ഈസ് ദ മോസ്റ്റ് കോമൺ മെത്തേഡ്. ഒരുപാട് ചെടികൾ നടക്കുന്നത് ന്യൂക്ലിയർ ടൈപ്പ് എൻഡോസ്പേം ഡെവലപ്മെന്റ്. ഇനി പറയണം, ഒന്നും കൂടെ പറയാം. പെൻ ദേശം എല്ലാം ഡിവൈഡ് ചെയ്ത് പെന്നാണ്. സൈഗോട്ട് അനക്കാതെ റിപ്പോർട്ട്, സൈഗോട്ട് ഇപ്പോഴും ചെയ്യത്തില്ല. ഡ്യൂറിംഗ് എൻഡോസ്പേം ഡെവലപ്മെന്റ് പെൻ അണ്ടർഗോസ് nucleus division, and each nuclear, after every nuclear division, cellular formation of cellular type of endosperm development. But nuclear division do not follow cell wall formation. Cell wall formation occurs at the end. This is called nuclear type
It is the most common method. It is also called a synchronized or simultaneous endosperm development. This is called a sequential type of endosperm development. And there is one method that is a combination of both halobial and cellular type. That is called the cellular and nuclear type. That is called halobial type. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇത് നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു. തേങ്ങയിൽ എങ്ങനെയാണ് സംഭവിച്ചത്? തേങ്ങ കുറച്ച് വെള്ളമായിട്ട് ഇരിക്കുന്നു, കുറച്ച് എന്തായിട്ട് ഇരിക്കുന്നു, കട്ടിയുള്ള ഭാഗമായിട്ട് ഇരിക്കുന്നു. അപ്പൊ അവിടേക്ക് വരാൻ എന്താണ് ഇത് വീണ്ടും പറയുന്നില്ല, പലവണ വിട്ടിട്ട് കണ്ട് മനസ്സിലാക്കാം. തേങ്ങയുടെ കാര്യത്തിലാണെങ്കിൽ ഞാൻ വായിക്കാം. തേങ്ങയെ സംബന്ധിച്ചാൽ ഇതുപോലെ തന്നെയാണ് സംഭവിച്ചത്. തേങ്ങ കുറച്ച് വെള്ളമായിട്ട് ഇരിക്കുന്നു, കുറച്ച് എന്തായിട്ട് ഇരിക്കുന്നു, കട്ടിയുള്ള ഭാഗമായിട്ട് ഇരിക്കുന്നു. അപ്പൊ അവിടേക്ക് വരാൻ എന്താണ് ഇത് വീണ്ടും പറയുന്നില്ല, പലവണ വിട്ടിട്ട് കണ്ട് മനസ്സിലാക്കാം. തേങ്ങയുടെ കാര്യത്തിലാണെങ്കിൽ ഞാൻ വായിക്കാം. തേങ്ങയെ സംബന്ധിച്ചാൽ ഇതുപോലെ തന്നെയാണ്. ആദ്യം ന്യൂക്ലിയർ ടൈപ്പിന് ധാരാളമായിട്ടുണ്ടാവും. പിന്നെ സെൽവാൾ ഉണ്ടാകുമ്പോൾ അത് ഈ വശത്ത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. വശത്ത് മാത്രമേ സെൽവാൾ ഉണ്ടാകത്തുള്ളൂ. സെൽവാൾ ഉണ്ടാവും, ഇവിടൊക്കെ ഉണ്ടാകത്തില്ല, ഇവിടൊക്കെ ഉണ്ടാവും, പക്ഷെ നടുക്കുണ്ടാകത്തില്ല. നടുക്കുണ്ടാകാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്തായിരിക്കും. അപ്പോ മനസ്സിലായല്ലോ എന്താണ്? In coconut, endosperm development occurs like a different method. The cellular formation occurs, but at the center region there is no cellular formation occurs. Cellular ഉണ്ടാകാത്തത് സൈറ്റോപ്ലാസം ആണ്. ഈ ന്യൂക്ലിയസ് ഒക്കെ വെള്ളത്തിലല്ലേ, ന്യൂക്ലിയസ് ഒക്കെ സൈറ്റോപ്ലാസ്റ്റിൽ കിടക്കുന്നത്, ലിക്വിഡ് അല്ലേ. ഇവിടെ എന്തായിരുന്നു? സെല്ലുകൾ ഉണ്ടാകും, കട്ടിയായി. നടുഭാഗം സെല്ലുകൾ ഉണ്ടായില്ല, കട്ടിയായില്ല. സോ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് വാട്ട് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ന്യൂക്ലിയർ ആൻഡ് സെല്ലുലാർ ടൈപ്പ്. ശരിയല്ലേ? അങ്ങനെ ചിന്തിക്കുമ്പോ കോക്കനട്ട് എന്താ സംഭവിച്ചത്? The cell wall occur at the peripheral region alone, not at the central region. Okay. അതാണ് കോക്കനട്ട്. ഓക്കെ, ഇനി സെൽ വാൾ ഫോർമേഷൻ നടന്നു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കുന്നത് ഹൗ ഡു എംബ്രിയോ ഡെവലപ്പ്. അപ്പൊ എൻഡോസ്പെർം റെഡി ആയി. ഇവിടെ ഒരാഴ്ച അങ്ങനെ ഇരിപ്പുണ്ട്. ആരാണത്? സൈഗോട്ട്. സൈഗോട്ടിന് എന്തായി മാറണം? സൈഗോട്ട് ഹാസ് ടു ബിക്കം എംബ്രിയോ. എംബ്രിയോ ആയിട്ട് മാറണം. ഓക്കെ, അപ്പൊ എൻഡോസ്പെർം ഈസ് ഹിയർ. ഇനി നമുക്ക് എന്തുണ്ടാണ്? എംബ്രിയോ ഉണ്ടാണ്. ഈ എൻഡോസ്പെർം ഉണ്ടായാലും അറ്റത്ത് റിപ്പോർട്ട് രാശൻ ആരാണ്? സൈഗോട്ട്. അയാളാണ് ഇനി ആരായി മാറേണ്ടത്? അയാളാണ് ഈ എംബ്രിയോ ആയിട്ട് മാറേണ്ടത് അല്ലേ. അപ്പൊ ഈ സൈഗോട്ടിന് എംബ്രിയോ ആയി മാറുന്നതിന് അപ്പൊ അയാൾക്ക് തിന്നാനുള്ള ഫുഡ് റെഡി. എൻഡോസ്പെർമിലെ ഫുഡ് ഇത് റെഡിയാണ് അല്ലേ. അപ്പൊ ഞാൻ മാറ്റി വരയ്ക്കാൻ പോണേ. ഞാൻ ഇതെല്ലാം വായിക്കുകയാണെ എല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. എൻഡോസ്പെർം എംബ്രിയോ, സോറി സൈഗോട്ട് എഴുതുന്നു. സൈഗോട്ട. ഞാൻ ഈ സൈഗോട്ടിനെ മാറ്റി വരയ്ക്കുന്നേ. ഇപ്പൊ മോണോകോട്ട് എംബ്രിയോ ഡൈക്കോട്ട് എംബ്രിയോ വ്യത്യാസം ഉണ്ടെങ്കിൽ ഡെവലപ്മെന്റ് ഏകദേശം ഒരുപോലെയാണ്. അവസാന ഘട്ടത്തിൽ ഒരു മാറ്റം വരും. അപ്പൊ ആദ്യം ഇത് രണ്ട് സെല്ലാണ് ഡിവൈഡ് ടു ബിക്കം 2. ഈ സ്റ്റേജ് ഇസ് കാൾഡ് 2 cell പ്രോ എംബ്രിയോ. This is called a 2 cell പ്രോ എംബ്രിയോ. അത് കഴിഞ്ഞിട്ട് ഈ താഴത്തെ സെല്ല് അടുത്ത ഘട്ടത്തിൽ ഈ താഴത്തെ സെല്ല് ഡിവൈഡ് ചെയ്ത് ഒരു മാസോ ടിഷ്യൂ ആവും. ഈ സെല്ല് ഡിവൈഡ് ചെയ്ത് ഒരു മാസോ ടിഷ്യൂ ആവും. ഈ സെല്ല് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ സ്ട്രക്ചർ ആവും. ഓക്കെ, സോ what happens? ഈ താഴത്തെ സെല്ലിൽ നിന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഡിവൈഡ്, ഒരു സെല്ലെടുത്ത് ഈ സെൽ ഇങ്ങനെ ഡിവൈഡ് ഇങ്ങനെ പല ഡിവിഷൻ നടന്നിട്ട് വലിയൊരു ബ്ലോക്ക് പോലെ. ഈ മുകളിലത്തെ സെല്ലാണെങ്കിൽ ഇതിന്റെ മുകളിലോട്ട് മാത്രം സെൽ ഉണ്ടാക്കത്തുള്ളൂ. നിങ്ങൾ ഇപ്പം ഈ സാധനം എടുത്ത് ഇങ്ങനെ വെട്ടുന്നു, പല പീസ് ആക്കത്തില്ല. അങ്ങനെ പുതിയ സെല്ല് ഉണ്ടാവുകയും അതിങ്ങനെ വീർത്ത് വരികയും ചെയ്യുമ്പോൾ ഒരു പന്ത് വരാൻ കഴിയും. പക്ഷെ ഈത്ത സെല്ലാണെങ്കിലോ, ഈ സെല്ലാണെങ്കിൽ
ഇവിടെ ഇങ്ങനെ മുകളിലോട്ട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഈ ഘട്ടത്തിന് വിളിക്കുന്നത് ഗ്ലോബുലാർ എംബ്രിയോ എന്നാണ്. ഗ്ലോബുലാർ എംബ്രിയോ. This stage is called a globular embryo. ഈ ഗ്ലോബുലാർ എംബ്രിയോ രണ്ട് പാർട്ടുണ്ട്. ഇതിനാണ് ഗ്ലോബുലാർ പാർട്ട്. ഇതിനെ സസ്പെൻസർ എന്നാണ് വിളിക്കുന്നത്. സസ്പെൻസർ. അപ്പൊ ഈ ഘട്ടത്തിൽ തന്നെ ഇരിക്കുന്നു. മാറ്റി വെച്ചോ, അതോടെ മനസ്സിലാക്കണമല്ലോ. ഈ ഘട്ടം എത്തുമ്പോ തന്നെ ഇരിക്കും ഗ്ലോബുലാർ പാർട്ട്. ഇത് സസ്പെൻസർ. അപ്പൊ എങ്ങോട്ടാണ് കയറുന്നത്? എൻഡോസ്പോമിലേക്ക്. മനസ്സിലായി? ഓക്കെ. അപ്പോ സൈഗോട്ട് ഞാൻ എഴുതുന്നു. ദിസ് ഈസ് സൈഗോട്ട്. It divides into two cell stage called two-celled proembryo. ഇതിന്റെ പേര് പുസ്തകത്തിലില്ല, പക്ഷേ പഠിച്ചോളൂ, പരീക്ഷ എഴുതിക്കോളൂ. ഒരുപാട് കൂട്ട് പരീക്ഷ എഴുതി ഞാൻ കണ്ടിട്ടുണ്ട്. മാർക്ക് കൊടുക്കും. In which the lower cell become a globular part. It is called a globular part, and upper cell become a linear type tissue. It is called suspension, and both the structures called a globular embryo. So what is the third stage? അല്ലെങ്കിൽ second stage? First stage is called two-celled proembryo. Second stage is called globular embryo. നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് ഈ സസ്പെൻഷന്റെ ജോലി? അങ്ങോട്ട് തള്ളി കയറ്റി ഫുഡ് വലിച്ചെത്തി ചെയ്യാൻ കൊടുക്കും. കണ്ട ഈ തേർഡ് സ്റ്റേജ്. നെക്സ്റ്റ് സ്റ്റേജ് ഈ ഗ്ലോബുലാർ പാർട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു നോച്ച് പോലെ ഉണ്ട്. കണ്ട ഇങ്ങനെ കണ്ട സസ്പെൻസർ അപ്പുറത്തെ കുറേ കൂടെ വലുതാണ്. ഇത് കണ്ട ഹാർട്ട് പോലെ ഹാർട്ട് ഷേപ്പ് എംബ്രിയോ. This is called a heart-shaped embryo. അപ്പോൾ സസ്പെൻസർ സസ്പെൻസർ ആണ്. അപ്പൊ അവിടെ എത്തുമ്പോൾ ഈ പടം എങ്ങനെയിരിക്കും? ഇങ്ങനെ സസ്പെൻസർ മറ്റേ മനസ്സിലാവുമല്ലോ. ഇങ്ങനെ ആക്കേണ്ട കാര്യമില്ലല്ലോ, ടിഷ്യൂസ് ആണ്. അടുത്ത ഘട്ടത്തിൽ ഇത് മെച്ചർ എംബ്രിയോ ആയിട്ട് മാറും. ഇൻ ദ നെക്സ്റ്റ് സ്റ്റേജ് ഇറ്റ് വിൽ കം മെച്ചർ എംബ്രിയോ. ഇത് പരീക്ഷയ്ക്ക് വരുന്ന ചിത്രമാണ്, അതുകൊണ്ട് നിങ്ങളത് വരച്ച് പഠിച്ചോണം. ഇതുപോലെ തന്നെ വരച്ച് പഠിച്ചു. പുസ്തകത്തുള്ള പടമാണ്, വരച്ച് പഠിച്ചോണം. പരീക്ഷയ്ക്ക് വരും. സസ്പെൻസറിന്റെ ജോലി ഏകദേശം കഴിയും, കാരണം ഫുഡൊക്കെ അടിച്ചു മാറ്റി കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, ഇത് മെച്ചർ എംബ്രിയോ ആണ്. ഇത് സ്റ്റാർട്ട് മെച്ചർ എംബ്രിയോ. Mature embryo. Okay, so what different parts of the development of zygote in the embryo? Two-celled proembryo, globular embryo, heart-shaped embryo, mature embryo. പരീക്ഷയ്ക്ക് ചോദിക്കും, സീക്വൻസ് അത് എഴുതാൻ പറയും, അല്ലെങ്കിൽ തിരിച്ച് മറിച്ച് കൊടുത്തിട്ട് കറക്റ്റ് ഓർഡർ എഴുതാൻ പറയും. അങ്ങനെ ചോദിക്കുന്നു. പടങ്ങൾ കളി കൊടുത്തിട്ട് ഏത് ആദ്യം വരുന്നത് വയ്ക്കും. മെച്ചർ എംബ്രിയോ പാർട്ട് ഏതാണ്? സസ്പെൻസർ ആണ്. പക്ഷെ അതിന്റെ ഉപയോഗം കഴിഞ്ഞു, കാരണം ആ സമയത്ത് ഇതെങ്ങനെ നോക്കിക്കോളൂ. ഈ സ്റ്റേജ് എത്തുമ്പോ നിറഞ്ഞു. ഗ്രോത്ത് എല്ലാം അടിപൊളിയായി. സസ്പെൻസർ ജോലിയെല്ലാം കഴിഞ്ഞു. ഫുഡെല്ലാം അഴിച്ചു മാറ്റി, ഫുഡെല്ലാം തിന്ന് എംബ്രിയോ വലുതായി. ഈ സമയത്താണ് പിന്നെ പയറിനകത്ത് എൻഡോസ്പോം കാണത്തില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് എൻഡോസ്പോം ഇല്ലാതെ. അപ്പോ എൻഡോസ്പോം തിന്ന് മെച്ചർ എംബ്രിയോ ഉണ്ട്. മെച്ചർ എംബ്രിയോയുടെ ഭാഗത്താണ് CC. ഞാൻ CC കോട്ടഡാണ്. ഇത് പ്ലിമ്യൂള, സോറി, ഇത് റാഡിക്കലാണ്, ഇത് പ്ലിമ്യൂള. ഈ ഭാഗം ഇത് മെച്ചർ എംബ്രിയോ. ഈ ഇതുപോലെ അവസ്ഥയിലാണ് ആക്ച്വലി ഉണ്ടാകുന്നത്. പിന്നെ അത് ഇച്ചിരി മാറ്റം വരും. ശരി, മെച്ചർ എംബ്രിയോ. സോ വാട്ട് ആർ ഡിഫറെന്റ് പാർട്സ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോ? ഈ പടത്തിൽ ഡൈക്കോട്ട് എംബ്രിയോ ഡെവലപ്മെന്റ്. വാട്ട് ആർ ഡിഫറെന്റ് സ്റ്റേജ് ഓഫ് ഡൈക്കോട്ട് എംബ്രിയോ ഡെവലപ്മെന്റ്? two-celled proembryo, globular embryo, heart-shaped embryo, mature embryo. What are two part of globular embryo? Globular part and suspension. What is the function of suspension? It is projecting into the endosperm and absorbing food to the developing embryonal part. Okay. So mature embryo. Heart-shaped embryo രണ്ട് പാർട്ട്, ഒന്ന് heart-shaped പാർട്ടും സസ്പെൻസർ. mature embryo പാർട്ട് രണ്ട് കോട്ടഡ്, ഒരു പ്ലിമ്യൂള്, ഒരു റാഡിക്കൽ, സസ്പെൻസർ. സസ്പെൻസറിന്റെ ജോലി കഴിഞ്ഞാൽ അത് നൈസ്യുകയും ചെയ്യും. So that's a development of dicot embryo. മനസ്സിലായല്ലേ? സിമ്പിൾ അല്ലേ? പലവണ സ്റ്റോപ്പ് ചെയ്ത് പുറമോട്ട് പലവണ കണ്ട് ബൈഹാർട്ടാക്കണം, ഇതെല്ലാം വരച്ചെടുക്കണം. ഇതൊന്നും പുസ്തകത്തില്ല, ഇത് മാത്രമുണ്ട്. പക്ഷെ അതിന്റെ ആ ഡെവലപ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എൻഡോസ്പോം തീർന്നു കഴിഞ്ഞു. ഇപ്പൊ എൻഡോസ്പോം
അപ്പോ എൻഡോസ്പോം അങ്ങ് എല്ലാവരും ഒന്ന് തീർക്കൂ ഇല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ തേങ്ങ എടുത്ത് വരുന്ന എൻഡോസ്പോം ഉണ്ടല്ലോ. അപ്പൊ രണ്ടുതരം സീഡുകൾ പ്രകൃതിയിലുണ്ട്. ചില സീഡ് എൻഡോസ്പോം എംബ്രിയോ മുഴുവൻ തിന്നു തീർത്ത് എൻഡോസ്പോം എല്ലാം തീർന്നിരിക്കും. ചിലതാണെങ്കിൽ ബാക്കി വെച്ചേക്കും. അങ്ങനെയാണെങ്കിൽ ബാക്കി വെച്ചതിന് നമ്മൾ എൻഡോസ്പോമസ് സീഡെന്നും മൊത്തം തിന്നു തീർത്തതിനെ നോൺ എൻഡോസ്പോമസ് സീഡ് എന്ന് വിളിക്കാം. സോ ദർ ആർ 2 ടൈപ്പ് ഓഫ് സീഡ്. അതൊക്കെയാണ് എൻഡോസ്പോമസ് സീഡും നോൺ എൻഡോസ്പോമസ് സീഡും. അതായത് എംബ്രിയോ എൻഡോസ്പോമിനെ ഫുൾ അങ്ങ് തിന്നു തീർക്കുവാണെങ്കിൽ ദാറ്റ്സ് കാൾഡ് നോൺ എൻഡോസ്പോമസ് സീഡ്. എൻഡോസ്പോം ബാക്കിയില്ലല്ലോ. അതേസമയം എൻഡോസ്പോം ഇരിപ്പുണ്ട്, പിന്നെ തിന്നും. എപ്പോഴാണ് തിന്നുന്നത്? ഇനി ഡെവലപ്പ് ചെയ്യുമ്പോൾ തിന്നും. അതായത് തേങ്ങയുടെ കേസിലാണ് സംഭവിച്ചത്. നിങ്ങൾ തേങ്ങ കൊണ്ട് നടക്കുമ്പോഴത്തേക്കും ആ എംബ്രിയോ കുറേ എൻഡോസ്പോമിനെ തിന്നു തുടങ്ങും അല്ലെ. അയാൾക്ക് ക്ഷമയുണ്ട്, മറ്റൊരു ക്ഷമയൊന്നുമില്ല. കശുവണ്ടിക്ക് അപ്പോഴത്തേക്ക് ക്ഷമയില്ല, അയാൾ മൊത്തം തിന്നും തീരും. അതുകൊണ്ടാണ് കശുവണ്ടി പരിപ്പ് വലുതായിട്ടിരിക്കാൻ തേങ്ങാത്ത ചെറുതായിട്ടിരിക്കുകയും ചെയ്യുന്നു എംബ്രിയോ. മനസ്സിലായല്ലോ? അപ്പം എൻഡോസ്പോമിനെ പിന്നെ തിന്നുന്ന സീഡുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻഡോസ്പോമസ് സീഡ്. അപ്പൊ ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ those seed which contains endosperm in the mature seed is called endospermous seed. Example coconut, maize, rice, അതുപോലെ കാസ്റ്റർ. കോക്കനട്ട്, മെയ്സ്, റൈസ്, കാസ്റ്റർ ഇതെല്ലാം തന്നെ എന്താണ്? എൻഡോസ്പോമസ് സീഡുകളാണ്. എന്നുവെച്ചാൽ അർത്ഥം എൻഡോസ്പോം അതിൽ ബാക്കി ഇരിപ്പുണ്ട് എന്നർത്ഥം. കോക്കനട്ട്, മെയ്സ്, റൈസ്, അതുപോലെ തന്നെ കാസ്റ്റർ ആവണക്കാണ് കേട്ടോ, അതോർത്തോ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലാവും. മോണോകോട്ടാണ്. കോക്കനട്ട്, മെയ്സ്, റൈസ് എല്ലാം തന്നെ മോണോകോട്ടാണ്. വീറ്റ്, കോക്കനട്ട്, ഒട്ടുമിക്ക സിറിൽസ്. പക്ഷെ കാസ്റ്റർ എന്ന് പറയുന്ന ചെടിയും സൺഫ്ലവർ എന്ന ചെടിയും തന്നെ ഡൈക്കോട്ടാണ്. അപ്പൊ എന്റെ സമയം ചോദിച്ചേക്കാം, താഴെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ആൾ എൻഡോസ്പോമസ് സീഡ്സ് ആർ മോണോകോട്ട്, റൈറ്റ് ഓർ റോങ്? റോങ് ആണ്. കാസ്റ്റർ എന്ന് പറഞ്ഞ ആവണക്കും സൺഫ്ലവർ എന്ന സൂര്യകാന്തിയും ഡൈക്കോട്ടാണ്. കോക്കനട്ട്, മെയ്സ്, റൈസ് എല്ലാം മോണോകോട്ടാണ്. പൊതുവെ ഒട്ടുമിക്ക മോണോകോട്ട് പ്ലാന്റിനകത്തും എൻഡോസ്പോം കാണുമെങ്കിലും ഡൈക്കോട്ടിലും എൻഡോസ്പോം. ഇനി നോൺ എൻഡോസ്പോമസ് സീഡ് നമുക്ക് എന്തൊക്കെ പറയാം? പുസ്തകത്തിൽ പി കൊടുത്തിട്ടുണ്ട്, ഗ്രൗണ്ട് നട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം, മാങ്ങ, ചക്കക്കുരു, കശുവണ്ടി, പി ഒന്നിനകത്തും എൻഡോസ്പോം ബാക്കിയില്ല. സോ അതൊക്കെ നോൺ എൻഡോസ്പോമസ് സീഡ്. ഇനി ഒരു വാക്കുകൂടെ പറയാം. എൻഡോസ്പോമിന് വേറെ പേര് ആൽബുമിൻ. അങ്ങനെയാണെങ്കിൽ എൻഡോസ്പോമസ് സീഡിനെ നമുക്ക് ആൽബുമിനസ് സീഡ് എന്ന് വിളിക്കാം. നോൺ എൻഡോസ്പോമസ് സീഡിനെ നോൺ ആൽബുമിനസ് സീഡ് എന്ന് വിളിക്കാം അല്ലെ. പക്ഷെ ഒരു വാക്കുകൂടെ ഉണ്ട്.